الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين وأشهد أن محمدا عبد الله ورسوله صلى الله عليه وعلى آله وأصحابه أجمعين أما بعد. സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം നമ്മൾ സൂറത്തു അൽ ഖലമിൻ്റെ അവസാന ഭാഗത്താണ് എത്തിയത്. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ സൂറത്തിൻ്റെ അടിസ്ഥാന പ്രമേയം, മുഖ്യ ലക്ഷ്യം എന്താണ്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, റിസാലത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രതിരോധിച്ച് അവിടുത്തെ റിസാലത്തിനെ സത്യപ്പെടുത്തുന്ന സൂറത്താണ്. അതിൻ്റെ ഒരു പ്രസക്തി നമ്മൾ പറഞ്ഞു. തൊട്ട് മുമ്പത്തെ സൂറത്തിൽ തൗഹീദിനെ കുറിച്ചാണ് വിശദീകരിച്ചത്. അള്ളാഹുവിൻ്റെ റുബൂബിയത്ത്, അവൻ്റെ അളമത്ത് വിശദീകരിച്ചുകൊണ്ട്, അവൻ്റെ മുൽക്ക് വിശദീകരിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ ആധിപത്യത്തെക്കുറിച്ച്, അത് ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ കാര്യത്തിൽ അവൻ്റെ ആധിപത്യം പ്രകടമാണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അധികാരവും മഹത്വവും ബോധ്യപ്പെടുത്തി അതുവഴി തൗഹീദ് ഉറപ്പിക്കുകയാണ് സൂറത്തുൽ മുൽക്കിൻ്റെ വിഷയം. അത് കഴിഞ്ഞാൽ അതിനോട് യോജിച്ച വിഷയമാണ്, അടുത്ത പ്രധാനപ്പെട്ട വിഷയമാണ് റിസാലത്ത്. ആ തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി വന്ന റസൂലിൻ്റെ സത്യസന്ധത, അവിടുത്തെ സ്വഭാവ മേന്മ, വിശ്വാസ്യത, അത് വിശദീകരിക്കുകയാണ് സൂറത്തുൽ ഖലം. അതുപോലെ തന്നെ സൂറത്തുൽ അഖ്ലാഖ് എന്നീ സൂറത്തിനെ വിളിച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ. എന്തുകൊണ്ടാണ്? അത് രണ്ടും യഥാർത്ഥത്തിൽ ഒരേ കാരണം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ സൂറത്ത് മഹത്വപ്പെടുത്തുന്നത് അവിടുത്തെ സത്യസന്ധതയും അതുപോലെ തന്നെ റിസാലത്തിനെയും തെളിയിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിലൂടെയാണ്. എന്താണ് സ്വഭാവവും റിസാലത്തും തമ്മിലുള്ള ബന്ധം? സത്യസന്ധനായ ഒരാൾ, സൽസ്വഭാവിയായ ഒരാൾ നുണ പറയേണ്ടതില്ല. സാധാരണ കാര്യങ്ങൾ പോലും നുണ പറയാത്ത, വഞ്ചിക്കാത്ത, അൽ അമീൻ ആയിട്ടുള്ള, എല്ലാ സൽസ്വഭാവത്തിൻ്റെയും ഉടമയായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിസ്സാര കാര്യങ്ങളിൽ കളവ് പറയാത്ത, വഞ്ചിക്കാത്ത വ്യക്തി പെട്ടെന്നൊരു ദിവസം വലിയ ഒരു വഞ്ചനയുമായി വരേണ്ട യാതൊരു കാര്യവുമില്ല. അതാണ് ഈ സൂറത്തിൻ്റെ വിഷയം എന്ന് നമ്മൾ പറഞ്ഞു. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭ്രാന്തൻ എന്ന് വിളിച്ചിരുന്ന മക്കയിലെ നിഷേധികൾ, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, അവർക്ക് മറുപടി കൊടുത്തു. അവരാണ് യഥാർത്ഥത്തിൽ എല്ലാ ദുസ്വഭാവത്തിൻ്റെയും എല്ലാ ബുദ്ധിമോശത്തിൻ്റെയും ആളുകൾ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് മക്കാ മുശ്രിക്കുകളുടെ അവസ്ഥ, അവരുടെ ഒരു ഉപമ അല്ലാഹു തആല വിശദീകരിച്ചു. മുൻകാലത്ത് അല്ലാഹു തആല പരീക്ഷിച്ചിട്ടുള്ള ഒരു തോട്ടത്തിൻ്റെ ഉടമ, അദ്ദേഹത്തിൻ്റെ കഥ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെയും മക്കളുടെയും കഥ പറഞ്ഞു. അതിലൂടെ മക്കാ മുശ്രിക്കുകളുടെ വലിയ ഒരു ദുസ്വഭാവമായ പിശുക്കിനെക്കുറിച്ചാണ് അല്ലാഹു തആല വിശദീകരിച്ചത്. അതിനെക്കുറിച്ചാണ് താക്കീത് ചെയ്തത്, അവരെ ആ ദുസ്വഭാവത്തിൻ്റെ പേരിൽ ആക്ഷേപിച്ചത്. എന്തുകൊണ്ടാണ് പിശുക്കിനെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറഞ്ഞത്? സ്വഭാവ ദൂഷ്യങ്ങളുടെ കൂട്ടത്തിൽ പിശുക്കിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ പറഞ്ഞു, അത് കുഫറുമായി ബന്ധമുണ്ട്. അതുപോലെ അതിൻ്റെ വിപരീതമായ ഔദാര്യശീലം, അതിന് ഈമാനുമായി ബന്ധമുണ്ട് എന്ന കാര്യം പറഞ്ഞു. വീണ്ടും അല്ലാഹു തആല ഈ മുശ്രിക്കുകളെ ആക്ഷേപിക്കുകയാണ്. അവർക്ക് പരലോകത്ത് കിട്ടാനിരിക്കുന്ന ശിക്ഷയെക്കുറിച്ച് അവർ ഓർമ്മിപ്പിച്ചു. അള്ളാഹുവിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കും, അവർക്കതിന് സാധിക്കുകയില്ല. അതിന് കാരണം ദുനിയാവിൽ അവർ സുജൂദ് ചെയ്യാത്തതാണ്, അള്ളാഹുവിൽ വിശ്വസിക്കാത്തതാണ് എന്നൊക്കെ വിശദീകരിച്ചു. അതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അള്ളാഹു സുബ്ഹാനഹു വതആല തുടർന്ന് വീണ്ടും പറയുന്നു, വ ഉംലി ലഹും ഇന്ന കൈദി മതീൻ എന്ന ആയത്തെ നമ്മൾ അവസാനമായി പറഞ്ഞത്. അവർക്ക്, ഈ മുശ്രിക്കുകൾക്ക് അള്ളാഹു നീട്ടിക്കൊടുക്കുന്നത്, അവരെ ദുനിയാവിൽ വെച്ച് പിടികൂടാത്തത്, ഇത്രയൊക്കെ ദുസ്വഭാവങ്ങളും നിഷേധവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിക്കലും ഒക്കെ ഉണ്ടായിട്ടും, അവിടുത്തെ ആക്ഷേപിച്ചിട്ടും അവരെ അള്ളാഹു പിടികൂടാത്തത് അതൊരിക്കലും അവരോടുള്ള ഇഷ്ടം കൊണ്ടോ അവരുടെ സ്ഥാനം കൊണ്ടോ ഒന്നുമല്ല. നേരെ മറിച്ച് അള്ളാഹു അവർക്ക് ഇസ്തിദ്റാജ്, അവർക്ക് നീട്ടിക്കൊടുക്കുന്നതാണ്. അവരുടെ പാപങ്ങൾ പെരുകാൻ വേണ്ടി, അവരുടെ ശിക്ഷ കൂടുതൽ കടുത്തതാകാൻ വേണ്ടി എന്ന് മാത്രം. തുടർന്ന് അള്ളാഹു തആല പറയുന്നു, അം തസ്അലുഹും അജ്റൻ, താങ്കൾ അവരോട് വല്ല പ്രതിഫലവും സ്വീകരിക്കുന്നുണ്ടോ, ചോദിക്കുന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. ഈ ചോദ്യത്തിൻ്റെ ഉദ്ദേശം എന്താണ്? മുശ്രിക്കുകളോടുള്ള, അവരെയാണ് ഉദ്ദേശിക്കുന്നത്, അവരോടുള്ള ചോദ്യമാണ് യഥാർത്ഥത്തിൽ. എന്താണ് ഇങ്ങനെ പറയാൻ കാരണം? അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയിൽ യാതൊരു സംശയവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണങ്ങൾ അവർക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെ അവർക്ക് വിശ്വസിക്കാതിരിക്കാൻ യാതൊരു ന്യായവും പറയാനില്ല. അതൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഈ ചോദിക്കുന്നത്. ഇനി അവസാനം ഈമാൻ സ്വീകരിക്കാൻ, മുഅ്മിനാകാൻ, മുസ്ലിമാകാൻ എന്താണ് തടസ്സം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളോട് എന്തെങ്കിലും ലാഭം ചോദിക്കുന്നുണ്ടോ? എന്തെങ്കിലും സ്വത്തോ സമ്പത്തോ ചോദിക്കുന്നുണ്ടോ?
മുസ്ലിം ആകണമെങ്കിൽ നിംസ്വാസമയെ പിന്തുടരണമെങ്കിൽ നിങ്ങൾക്ക് വല്ല ചിലവുമുണ്ടോ എന്നർത്ഥം. അം തസ്അലുഹും അജ്റൻ ഫഹും മിൻ മഗ്റമിൻ മുസ്ഖലൂൻ. അങ്ങനെ താങ്കൾ കൂലി ചോദിക്കുക വഴി ആ കൂലി കൊടുക്കാൻ പറ്റാത്ത വിധത്തിൽ, മഗ്റം എന്ന് പറഞ്ഞാൽ ബാധ്യത, മുസ്ഖലു എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുന്ന ആൾ, ഭാരം വഹിക്കുന്നയാൾ എന്നൊക്കെ അർത്ഥം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ വല്ല തുകയും പ്രതിഫലം ചോദിച്ചിട്ട് ദീനിൽ പ്രവേശിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ ആ ബാധ്യത സഹിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട് കൊണ്ടാണോ നിങ്ങൾ ദീൻ സ്വീകരിക്കാൻ, ഇസ്ലാമിൽ പ്രവേശിക്കാൻ മടിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് നമുക്കറിയാം, യാതൊരു പ്രതിഫലവും വാങ്ങാത്ത, തൻ്റെ ദഅവത്ത് കൊണ്ട്, തൻ്റെ അധ്യാപനം കൊണ്ട്, ദീൻ പഠിപ്പിക്കുന്നത് കൊണ്ട്, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിലേക്ക് ക്ഷണിക്കുന്നത് കൊണ്ട് യാതൊരു ഭൗതിക നേട്ടവും ആഗ്രഹിക്കാത്തയാളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് മാത്രമല്ല നബിമാരെല്ലാവരും അങ്ങനെയാണ്, നമുക്കറിയാവുന്നതാണ്. ഇൻ അജ്രിയ ഇല്ല അല റബ്ബിൽ ആലമീൻ എന്നാണ് എല്ലാ അമ്പിയാക്കളും പറഞ്ഞിട്ടുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം കാര്യം അവരോട് പറഞ്ഞിട്ടുള്ളതാണ്, അവർക്കറിയുന്നതാണ്. വിശുദ്ധ ഖുർആൻ പല സ്ഥലത്തും കാണാം, ഖുൽ മാ അസ്അലുക്കും അലൈഹി മിൻ അജ്രിൻ വമാ അന മിനൽ മുതകല്ലിഫീൻ ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ ലിൽ ആലമീൻ. അതുപോലെ വമാ തസ്അലുഹും അലൈഹി മിൻ അജ്ർ, അല്ലാഹു തആല പ്രത്യേകം അത് എടുത്തു പറഞ്ഞിരിക്കുകയാണ്, താങ്കൾ അവരോടൊന്നും ചോദിക്കുന്നില്ല. ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ ലിൽ ആലമീൻ, ഇത് ഉത്ബോധനം മാത്രമാണ്, കച്ചവടമല്ല, ലാഭമുണ്ടാക്കാനുള്ളതല്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി, ഖുൽ ലാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ, ഞാൻ നിങ്ങളോട് പ്രതിഫലം ചോദിക്കുന്നില്ല, എന്ത് മാത്രമാണ് ചോദിക്കുന്നത്? അൽ മവദ്ദതു ഫിൽ ഖുർബ, എന്താ എൻ്റെ അർത്ഥം? കുടുംബബന്ധത്തിൻ്റെ പേരിലുള്ള സ്നേഹം. അപ്പോൾ പ്രതിഫലം ഒന്നും ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞു, ഇല്ല കുടുംബബന്ധത്തിൻ്റെ പേരിലുള്ള സ്നേഹം, കുടുംബബന്ധത്തിൻ്റെ പേരിലുള്ള സ്നേഹം ഒഴികെ. അപ്പോൾ കുടുംബബന്ധത്തിൻ്റെ പേരിൽ വല്ലതും തരികയാണെങ്കിൽ കുഴപ്പമില്ല എന്നാണോ? അല്ല, കുടുംബബന്ധത്തിൻ്റെ പേരിൽ നിങ്ങൾ എന്നെ ഉപദ്രവിക്കാതിരിക്കുക, അത്രയാണ് ഉദ്ദേശിക്കുന്നത്. എന്നാലും ഒരു ചോദ്യത്തിന് അവിടെ സാധ്യതയുണ്ട്. ഒന്നും ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇത് ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും ചോദിക്കുന്നില്ല എന്ന് പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഖുൽ മാ അസ്അലുക്കും അലൈഹി മിൻ അജ്ർ, ഒന്നും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് ഈ കാര്യം പറഞ്ഞത്? അപ്പോൾ ഒന്നും ചോദിക്കുന്നില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമ്പത്താണ്, അതുപോലെ തന്നെ ഭൗതികമായ നേട്ടങ്ങൾ. ഇവിടെ ഉദ്ദേശിക്കുന്നത് കഫുൽ അദ, അവരുടെ ഉപദ്രവം നിർത്തിയാൽ മതി, ഒരു ന്യൂട്രലായി നിന്നാൽ മതി. കുടുംബബന്ധത്തിൻ്റെ പേരിൽ ഒന്നും കൊണ്ട് കൊണ്ടും തരണ്ട. അങ്ങനെ മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ ശത്രുക്കൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത കുടുംബക്കാരായിരുന്നു തുടക്കത്തിൽ. അപ്പോൾ അവരുടെ ആ ഉപദ്രവം അത് കുടുംബബന്ധത്തെ ഓർത്ത് നിർത്തിവെക്കുക എന്നുള്ളത് മാന്യതയാണ്, അതെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പ്രതിഫലം ചോദിച്ചിട്ടില്ല. അമ്പിയാക്കളൊന്നും തന്നെ തങ്ങളുടെ ദഅവത്തിന് പകരമായി ഭൗതികമായ യാതൊരു നേട്ടവും ലക്ഷ്യം വെച്ചിട്ടില്ല. അങ്ങനെ ഒരു തടസ്സവും അവർക്ക് പറയാനില്ല. പിന്നെ എന്താണ് വിശ്വസിക്കാത്തത് എന്നർത്ഥം. അം ഇൻദഹുമുൽ ഗൈബു, ഇനി അതല്ല, അവരുടെ അടുക്കൽ ഗൈബ് ഉണ്ടോ, അദൃശ്യജ്ഞാനമുണ്ടോ, ഫഹും യക്തുബൂൻ, അങ്ങനെ അവർക്ക് ആവശ്യമുള്ളതൊക്കെ എഴുതിയെടുക്കാൻ പാകത്തിൽ, അഥവാ തങ്ങൾക്ക് പരലോകത്ത് ശിക്ഷയില്ല എന്നോ, അല്ലെങ്കിൽ എങ്ങനെ ജീവിച്ചാലും അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്ക് സ്ഥാനമുണ്ടാകുമെന്നോ, സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നോ, ഇങ്ങനെയൊക്കെ അദൃശ്യമായ വഴിയിലൂടെ അവർക്ക് മനസ്സിലാക്കാൻ പാകത്തിൽ എന്തെങ്കിലും ഇൽമ് അവർക്ക് കിട്ടിയിട്ടുണ്ടോ, വഹി പ്രത്യേകമായിട്ട് അവർക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണ്? അവരെ ആക്ഷേപിക്കുകയാണ്. അവർക്ക് വിശ്വസിക്കാതിരിക്കാൻ യാതൊരു ന്യായവുമില്ല എന്നാണ് അർത്ഥം. ഇത്രയും പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതിൻ്റെ തന്നെ തുടർച്ചയാണ്. ഈ രണ്ടായത്തുകൾ യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ വിഷയം തന്നെയാണ്. മക്ക മുശ്രിക്കുകൾ ആക്ഷേപിക്കുകയാണ്. ഇനി പറയാൻ പോകുന്നത് ഈ സൂറത്തിൻ്റെ അവസാനത്തെ ഒരു എന്താ പറയുക, വിഷയമെന്ന് പറയാം, അവസാനത്തെ ഒരു തലക്കെട്ട്. ഈ സൂറത്തിൽ നമ്മളിങ്ങനെ സബ് ടൈറ്റിൽസ് ആക്കിയിരുന്നെങ്കിൽ അവസാനത്തെ സബ് ടൈറ്റിലാണ്. അതെന്താണ് വിഷയം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു നൽകുന്നൊരു ഉപദേശമാണ് ക്ഷമിക്കാൻ. സബ്ർ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു തആല ഉപദേശിക്കുകയാണ്. അപ്പോൾ ഇത് വളരെ പ്രസക്തമായ, വളരെ യോജിച്ച ഒരു ഉപസംഹാരമാണ്. സൂറത്തിൻ്റെ അവസാനത്തിൽ ഈ ഒരു വിഷയം പറഞ്ഞത് വളരെ പ്രസക്തമാണ്. അല്ല, വിശുദ്ധ ഖുർആൻ നമ്മളിങ്ങനെ നോക്കുമ്പോൾ കുറേ ആയത്തുകൾ ഇങ്ങനെ പിന്നെ പരസ്പര ബന്ധമുണ്ടോ ഇല്ലയെന്ന് നമുക്കറിയാത്ത വിധത്തിൽ കിടക്കുന്നതാണ് കാണുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഓരോ സൂറത്തും അത് ഒരു ആമുഖവും അതിനുശേഷം പല വിഷയങ്ങളും പരസ്പര ബന്ധിതമായ പ്രസക്തമായ ഒരു ക്രമത്തിൽ ഒന്ന് കഴിഞ്ഞ് അടുത്തതായി കടന്നു വന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളും അതിനുശേഷം ഒരു ഉപസംഹാരവും ഒക്കെയുള്ള
ഓരോ യൂണിറ്റുകളാണ് ഓരോ സൂറത്തും. അപ്പോൾ ഇവിടെ ഈ സൂറത്തിൻ്റെ അവസാനം ഖാത്തിമത്തായി, അതിൻ്റെ ഒരു ഉപസംഹാരമായി, അവസാനമായി സബർ കൊണ്ടുള്ള ഉപദേശം എന്തുകൊണ്ടാണ് നൽകിയത്? എന്താണ് അതിൻ്റെ കാരണം? നമുക്കറിയാം, സൂറത്തിൻ്റെ വിഷയം റിസാലത്താണ്, ദഅവത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്ത് അതിനെ പ്രതിരോധിക്കുന്ന സൂറത്താണ്. അപ്പോൾ അമ്പിയാക്കൾക്ക്, മുർസലീങ്ങൾക്ക്, അതുപോലെ അവരെ പിന്തുടരുന്ന അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് സബർ എന്ന് പറയുന്നത്. അതൊരു കാരണം. രണ്ടാമത്തെ കാരണം നമ്മൾ പറഞ്ഞു, ഈ സൂറത്തുൽ അഖ്ലാഖാണ്, സ്വഭാവ ഗുണങ്ങളുടെ സൂറത്താണ്. സ്വഭാവ ഗുണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ് സബർ എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, എല്ലാ സ്വൽസ്വഭാവങ്ങളുടെയും അടിസ്ഥാനമാണ് സബർ എന്ന് പറയുന്നത്. സബറുള്ളവർക്ക് മറ്റെല്ലാ സ്വഭാവങ്ങളും ഉണ്ടാകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അല്ല, ഒരാൾക്ക് ഇപ്പോൾ നല്ലൊരു സ്വഭാവം, ഒരു ഉദാഹരണം പറയാം. എന്താ പറയുക? ഇപ്പോൾ ധൈര്യം, ധീരത, ഷജാഅത്ത്. ധീരത ഉണ്ടാകണമെങ്കിൽ സബർ വേണം. കാരണം ധീരത എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കവിതയിൽ പറയുന്നത്? ലൗലൽ മശഖത്തു സാദന്നാസു കുല്ലുഹും. പ്രയാസമില്ലായിരുന്നെങ്കിൽ മനുഷ്യരെല്ലാവരും വലിയവരാകുമായിരുന്നു, നേതാക്കന്മാരാകുമായിരുന്നു, മഹാന്മാരാകുമായിരുന്നു. അൽ ജൂദു യുഫ്ഖിറു വൽ ഇഖ്ദാമു ഖത്താലു. പക്ഷെ എല്ലാവരും നേതാക്കന്മാരാകുന്നില്ല. എന്തുകൊണ്ടാണ്? അൽ ജൂദു യുഫ്ഖിർ. മഹാന്മാരുടെ ഗുണങ്ങളിൽപ്പെട്ടതാണ് ഔദാര്യം, ദാനശീലം ഒക്കെ. യുഫ്ഖിറു, അത് ദാരിദ്ര്യമുണ്ടാക്കും. വൽ ഇഖ്ദാമു ഖത്താലു. ഇഖ്ദാം എന്ന് പറഞ്ഞാൽ ധീരത, മുന്നിട്ടിറങ്ങുക, ത്യാഗം സഹിക്കാൻ വേണ്ടി മുന്നോട്ട് വരിക, യുദ്ധത്തിലും മറ്റുമൊക്കെ. അതെന്താണ്? ഖത്താലു, കൊല്ലുന്ന കാര്യമാണ്, ജീവൻ നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ്. ഇപ്പോൾ ജീവൻ നഷ്ടപ്പെടുക, ദാരിദ്ര്യം സഹിക്കുക എന്നതൊക്കെ പ്രയാസമാണ്. അതുകൊണ്ടാണ് എല്ലാവരും മഹാന്മാരാകാത്തത്. അപ്പോൾ ധീരനാകണമെങ്കിൽ പ്രയാസമുണ്ട്. ആ പ്രയാസം എപ്പോഴാണ് ഇല്ലാതാവുക? സബറുള്ളവന്. അല്ല, യുദ്ധത്തിന് പോയി, കയ്യോ കാലോ പോയി, അല്ലെങ്കിൽ ജീവൻ പോയി, അത് ക്ഷമിക്കാൻ, സബർ അവലംബിക്കാൻ ഒരാൾ റെഡിയാണ്. അപ്പോൾ അവന് ധീരത എന്ന് പറയുന്ന സ്വഭാവം ഉണ്ടാവും. അതുപോലെ തന്നെ ജൂദ്, ഔദാര്യശീലം. പണം നഷ്ടപ്പെടും, ബാഹ്യമായി നോക്കുമ്പോൾ പണം നഷ്ടപ്പെടും. യഥാർത്ഥത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകും. അതിന് പകരം ഇവദ്, അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് അദൃശ്യമായ രീതിയിൽ, നമുക്കറിയാത്ത രീതിയിൽ പകരം കിട്ടും. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ബാഹ്യമായി നോക്കുമ്പോൾ നമുക്ക് നഷ്ടം വരും, സാമ്പത്തികമായ നഷ്ടമുണ്ടാകും. ആ നഷ്ടം സഹിക്കാൻ എന്ത് വേണം? സബർ വേണം. അപ്പോൾ സബറുള്ളവന് ഔദാര്യശീലം ഉണ്ടാകും. അതുപോലെ മറ്റേതൊരു സ്വഭാവ ഗുണം നിങ്ങളെടുത്ത് നോക്കൂ. ഇഫ്ഫത്ത്. എന്താണ് ഇഫ്ഫത്ത് എന്ന് പറഞ്ഞാൽ? ഒരാളുടെ രഹസ്യ ജീവിതത്തിൻ്റെ വിശുദ്ധി, അല്ലെ ലൈംഗികമായ തിന്മകൾ ചെയ്യാതിരിക്കുന്നതാണ് ഇഫ്ഫത്ത് എന്നുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അതുണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഹറാം ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാകുമ്പോൾ സബർ വേണം, സ്വയം നിയന്ത്രിക്കണം. അപ്പോൾ എല്ലാ സൽസ്വഭാവത്തിൻ്റെയും അടിസ്ഥാനമാണ് സബർ എന്ന് പറയുന്നത്. ചില അറബി കവികൾ പറഞ്ഞത് കാണാം. ബിഹിൽമിൻ വബദ്ലിൻ സാദ ഫി ഖൗമിഹിൽ ഫത. ബിഹിൽമിൻ വബദ്ലിൻ. ഹിൽം എന്ന് പറഞ്ഞാൽ ക്ഷമ, സബർ തന്നെ. ബിഹിൽമിൻ വബദ്ലിൻ, ക്ഷമ കൊണ്ടും, ബദൽ എന്ന് പറഞ്ഞാൽ ചെലവഴിക്കുക. സമ്പത്താവട്ടെ, സ്വന്തം ജീവനാകട്ടെ, എന്തും ചെലവഴിക്കുക എന്നുള്ളത്. ബിഹിൽമിൻ വബദ്ലിൻ സാദ ഫി ഖൗമിഹിൽ ഫത. ഈ രണ്ട് ഗുണങ്ങൾ കൊണ്ട് ഒരു യുവാവ്, ഒരു മനുഷ്യൻ, അവൻ്റെ ആളുകൾക്കിടയിൽ, നാട്ടുകാർക്കിടയിൽ നേതാവാകുന്നു, സയ്യിദാകുന്നു. കൗനുക ഇയ്യാഹു ലൈസ അലൈക അസീറു, കൗനുക ഇയ്യാഹു അലൈക യസീറു. അങ്ങനെയാവുക എന്നുള്ളത്, നേതാവാകുക എന്നുള്ളത് ഇതുപോലെ ആയാൽ, ഈ രണ്ട് സ്വഭാവങ്ങളുണ്ടെങ്കിൽ യസീറു, എളുപ്പമുള്ളതാണ്. അപ്പോൾ നേതൃഗുണം, അല്ലെങ്കിൽ ഒരാൾക്ക് തൻ്റെ സമൂഹത്തിൽ മാതൃകാ യോഗ്യനാവുക എന്നുള്ളത്, അതിന് വേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഈ രണ്ട് കാര്യങ്ങളാണ്: ഹെൽമും ബദലും. ചെലവഴിക്കുക, അതുപോലെ തന്നെ ക്ഷമിക്കുക. ഹെൽമ്, സബർ, ഇത് രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? ഹെൽം എന്ന് പറഞ്ഞാൽ, സബർ എന്ന് പറഞ്ഞാൽ എന്താണ്? നിയന്ത്രിക്കുക, സ്വയം നിയന്ത്രിക്കുക. സബർ പലതരത്തിലുണ്ട്. പല സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടി വരും. ആ സന്ദർഭം മാറുന്നതനുസരിച്ച് സബറിൻ്റെ പേര് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഉദാഹരണത്തിന്, ഒരാൾക്ക് ലൈംഗിക വികാരം അതുണ്ടാകുമ്പോൾ ചെയ്യുന്ന നിയന്ത്രണത്തിനാണ് ഇഫ്ഫത്ത് എന്ന് പറയുന്നത്. അതുപോലെ ദേഷ്യം വരുമ്പോൾ, അടിസ്ഥാനപരമായ വികാരങ്ങളാണല്ലോ കോപം, അതുപോലെ തന്നെ ലൈംഗിക താല്പര്യം എന്നുള്ളതൊക്കെ. അപ്പോൾ കോപമുണ്ടാകുമ്പോൾ കാണിക്കുന്ന സബറിനാണ് ഹെൽം എന്ന് പറയും. ഒരാൾ അടിക്കാൻ തോന്നുമ്പോൾ ക്ഷമിക്കുന്നത്. ഇത് സ്തുഗ്ലിബ ലാ യഗ്ളബ്. കോപത്തെ ഇളക്കി വിടുന്ന കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ കോപിക്കാതിരിക്കുക. അതാണ് ഹെൽം എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ സിഫത്താണ് ഹലീം എന്നുള്ളത്. അപ്പോൾ ഹെൽമ് എന്നുള്ള ഗുണം, അതുപോലെ തന്നെ ബദൽ, ചെലവഴിക്കുക എന്നുള്ളത്. നിങ്ങൾ നോക്ക്, ഈ സൂറത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? മുശ്രിക്കുകളുടെ ദുർഗുണമായിട്ട് അവരുടെ ബുഖ്ലിനെക്കുറിച്ച്, അവരുടെ പിശുക്കിനെക്കുറിച്ച് പറഞ്ഞു ആ തോട്ടക്കാരുടെ കഥയിൽ. അതുപോലെ ഇവിടെ അവസാനം സബറിനെക്കുറിച്ച് പറയുന്നു.
അപ്പോൾ ഈ രണ്ട് സ്വഭാവ ഗുണങ്ങൾ അത് ഒരാളെ ഉയർത്തുന്ന അടിസ്ഥാനപരമായ സ്വഭാവങ്ങളാണ്. വിശുദ്ധ ഖുർആനിൽ ഈ രണ്ട് സ്വഭാവങ്ങളും ഒരുമിച്ച് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. സബ്റും ബദലും, അല്ലെങ്കിൽ ഹെൽമും ബദലും. എവിടെയാണ്? ഒന്ന് സൂറത്ത് ആല ഇമ്രാനിൽ, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്നത്തിൻ അർദുഹ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽമുത്തഖീൻ അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ. അല്ലെ, സ്വർഗം, ആകാശഭൂമികളുടെ അത്രയും വിശാലതയുള്ള സ്വർഗം, ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ മത്സരിച്ച് മുന്നേറുക. ഉഇദ്ദത് ലിൽമുത്തഖീൻ, അത് അല്ലാഹു തആല ഒരുക്കി വച്ചിരിക്കുന്നത്, സൃഷ്ടിച്ചിരിക്കുന്നത് ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടിയാണ്. ആരാണ് മുത്തഖീങ്ങൾ? സൂക്ഷ്മതയുള്ളവരെന്ന് പറഞ്ഞാൽ ആരാണ്? അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ, ചിലവഴിക്കും, സന്തോഷമുണ്ടാകുമ്പോഴും ഞെരുക്കമുണ്ടാകുമ്പോഴും, അല്ലെ, എല്ലാ അവസ്ഥയിലും അവർ ചിലവഴിക്കും. കാരണം അവർ പരലോകം ലക്ഷ്യം വെച്ചാണ് ജീവിക്കുന്നത്. അല്ലെ, അവർക്ക് അവരുടെ അവസ്ഥ അതിനെ ബാധിക്കുകയില്ല. കാരണം അവർ ലക്ഷ്യം വെച്ചിട്ടുള്ള ആ ലക്ഷ്യം സ്വർഗം എന്നുള്ളത്, അത് നേടണം എന്നുള്ള ദൃഢനിശ്ചയം, അത് പ്രയാസമുണ്ടാകുമ്പോൾ മാറുമോ? ഒരാൾക്ക് പ്രയാസം വന്നെന്ന് വിചാരിച്ച് സ്വർഗമില്ലാതാകുന്നുണ്ടോ? അതിനോടുള്ള ആഗ്രഹമില്ലാതാകുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ചിലവഴിക്കും. അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മൾ ദുനിയാവിൻ്റെ കാര്യങ്ങളിൽ, ഇപ്പോൾ ഒരാൾ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ആ പരീക്ഷ കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് വലിയൊരു നേട്ടമാണ് എന്നുണ്ടെങ്കിൽ, വലിയൊരു സ്ഥാപനത്തിൽ അഡ്മിഷനോ അല്ലെങ്കിൽ നല്ല ശമ്പളമോ ഒരു ജോലിയോ ഒക്കെ ആണെങ്കിൽ, അതിൻ്റെ ഇടയ്ക്ക് ഒരു പനി വന്നു, ജലദോഷം വന്നു, വേറെ എന്തെങ്കിലും രോഗം വന്നു, മാരകമായ രോഗം വന്നാൽ പോലും നമ്മൾ പറയും അവൻ ഹോസ്പിറ്റലിൽ കിടന്നിട്ട്, ICUവിൽ കിടന്നിട്ട് പഠിച്ചു എന്നൊക്കെ ചിലപ്പോൾ പറയും. കാരണം എന്താ? അവൻ ICUവിൽ കിടന്നാലും വാർഡിൽ കിടന്നാലും വീട്ടിൽ കിടന്നാലും അവൻ്റെ മനസ്സിൽ ഈ ലക്ഷ്യത്തിൻ്റെ സ്ഥാനം ഇളകുന്നില്ല. അതിളകാത്തിടത്തോളം കാലം അതിനുവേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കും. അതുപോലെ സ്വർഗം ലക്ഷ്യം വെക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ സ്വർഗത്തിൻ്റെ ആ സ്ഥാനം, അതിനോടുള്ള ആഗ്രഹം, അത് നേടണമെന്നുള്ള നിശ്ചയം അതൊരിക്കലും മാറുന്നില്ല. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത് അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ. അല്ലെ, ഖുർആനിൽ ഓരോ വാക്കും അല്ലാഹു തആല ഉദ്ദേശപൂർവ്വം പ്രയോഗിക്കുന്നതാണ്. അല്ലദീന യുൻഫിഖൂന എന്ന് മാത്രം പറഞ്ഞില്ല, ഫിസ്സറാഇ വദ്ദറാ. വൽ കാദിമീനൽ ഗൈദ്, ദേഷ്യത്തെ, കോപത്തെ അടക്കി വെക്കും. വൽ കാദിമീനൽ ഗൈദ വൽ ആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കും. ദേഷ്യം നിയന്ത്രിച്ചാൽ പിന്നെ വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കും. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. അപ്പോൾ ഈ രണ്ട് ഗുണങ്ങളാണ് അവിടെ പറഞ്ഞത്. അതുപോലെ മറ്റൊരു സ്ഥലത്ത് കാണാം, സൂറത്ത് അൽ അറാഫ്, അതിൻ്റെ അവസാനത്തിൽ ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅഅ്റിദ് അനിൽ ജാഹിലീൻ. ഖുദിൽ അഫ്വ, അഫു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അഫു എന്ന് പറഞ്ഞാൽ ആവശ്യം കഴിഞ്ഞിട്ടുള്ളത്. അല്ലേ, സൂറത്ത് ബഖറയിൽ യസ്അലൂനക മാദാ യുൻഫിഖൂൻ, എന്താണ് സദഖ ചെയ്യേണ്ടത്, ചെലവഴിക്കേണ്ടത് എന്ന് അവർ ചോദിക്കുന്നു. ഖുൽ അൽ അഫു, അഫു ആണ് ചെലവഴിക്കേണ്ടത്. അല്ലെ, എത്ര സദഖ ചെയ്യണം എന്ന് നിന്നോട് ചോദിക്കുന്നവരോട് പറയുക അൽ അഫു എന്ന് പറയുന്ന അളവാണ്, ആ എമൗണ്ടാണ് സദഖ ചെയ്യേണ്ടത്. എന്താണ് അൽ അഫു എന്ന് പറഞ്ഞാൽ? നിങ്ങളുടെ അത്യാവശ്യം കഴിഞ്ഞ്, നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളത് ചെലവഴിക്കുക. അപ്പോൾ അഫു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അതാണ്. പക്ഷേ ഇവിടെ എന്താണ് ഖുദിൽ അഫു എന്ന് പറഞ്ഞത്? അഫു സ്വീകരിക്കുക എന്നാണ് പറഞ്ഞത്. ഉദ്ദേശിക്കുന്നത് മനുഷ്യർ നമ്മോട് പെരുമാറുന്ന അവരുടെ പെരുമാറ്റ രീതികൾ അത് പലതരത്തിലായിരിക്കും. ആ പെരുമാറ്റ രീതികൾ എങ്ങനെയാണെങ്കിലും അതിനെ അങ്ങനെ തന്നെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ, ഒരാൾ നമ്മോട് പെരുമാറുന്നത് യഥാർത്ഥത്തിൽ സ്വതക്ക പോലെയാണ്. അല്ലേ, സ്വതക്ക ഒരാൾ നമുക്ക് പണമായി തരുന്നു, പെരുമാറ്റം ഒരാൾ പ്രവൃത്തികളുടെ രൂപത്തിൽ, വാക്കുകളുടെ രൂപത്തിൽ നമുക്ക് തരുന്ന ഒരു സ്വതക്കയാണ് യഥാർത്ഥത്തിൽ അവരുടെ പെരുമാറ്റം. സ്വതക്ക തരുന്ന ഒരാൾ അവൻ്റെ ചിലവ് കഴിഞ്ഞ്, അവൻ്റെ ആവശ്യങ്ങൾ കഴിഞ്ഞ് അവന് തൃപ്തിപ്പെട്ടൊരു തുകയാണ് തരിക. അത് പോരാന്ന് നമ്മൾ പറയുമോ? സ്വതക്ക വാങ്ങുന്നൊരവസ്ഥയിലാണ് നമ്മളെങ്കിൽ അല്ലാഹു നമ്മെ അങ്ങനത്തെ അവസ്ഥയിൽ നിന്ന് കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെ കിട്ടുന്ന ഒരാളത് നിഷേധിക്കുമോ? ഇതിൽ കൂടുതൽ വേണമെന്ന് പറയുമോ? ഇല്ല, കാരണം അവൻ്റെതാണ്. അതുപോലെ പെരുമാറ്റം, ആളുകൾ പെരുമാറുന്നത് എങ്ങനെയാണ് അതങ്ങനെ സ്വീകരിക്കുക, എത്ര മതി എന്ന് പറഞ്ഞത് സ്വീകരിക്കുക. അതാണ് ഖുദ് അൽ അഫ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന തത്വമാണ് സ്വഭാവ ശുദ്ധിയുടെ കാര്യത്തിൽ, ക്ഷമയുടെ കാര്യത്തിൽ, സബറിൻ്റെ കാര്യത്തിൽ. കാരണം ഇത് ചെയ്താൽ, ഈ ഒരു പോളിസി സ്വീകരിച്ചാൽ നമ്മുടെ സ്വഭാവം നന്നാവും, സബർ നമുക്കുണ്ടാവും. നേരത്തെ നമ്മൾ അത് മനസ്സിൽ നിശ്ചയിക്കണം. ആളുകൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിൽ കാണാം, ഇന്ന ഇന്ന ആളുകൾക്ക്, നമ്മുടെ ഇന്ന ബന്ധുക്കൾ, ഇന്ന ഭാര്യ, മക്കൾ, ഭർത്താവ്, ആരാണെങ്കിലും അവർ എങ്ങനെയാണോ ഇങ്ങോട്ട് പെരുമാറുന്നത് അള്ളാഹുവിൻ്റെ ദീനെതിരല്ലാത്ത രീതിയിൽ, നമ്മുടെ ഹക്ക്, നമ്മോടുള്ള ബഹുമാനവും ആദരവും പരിഗണനയും ഒക്കെ അത് എത്ര അളവിൽ കിട്ടിയാലും ഞാനത് തൃപ്തിപ്പെടും എന്ന് തീരുമാനിക്കുക. അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ഷമിക്കാൻ സാധിക്കും. അതാണ് ഒന്നാമത്തേത്, ഖുദിൽ അഫ്വ. അല്ലെ, പല ആളുകളും ഇത് ചെയ്യാത്തത് കൊണ്ടാണ് ബന്ധങ്ങളൊക്കെ വഷളാകുന്നത്. ചില ആൾക്കാർ ഉപ്പാനോട് തെറ്റിയ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഉപ്പയും നല്ല ആളായിരിക്കും, മകനും നല്ല ആളായിരിക്കും. ഉപ്പ ഷാറാണ്, പക്ഷെ എന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഉപ്പാക്ക് ഇന്നൊരു സ്വഭാവമുണ്ട്,
ചിലപ്പോൾ ഈ മകനോട് ചെയ്യുന്ന കാര്യമായിരിക്കില്ല, വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഉപ്പാക്ക് ഇന്നൊരു ഒരു സിഫത്തുണ്ട്, അതുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വല്ലാണ്ട് അടുക്കാത്തതെന്ന് പറയും. അത് ഈ ആയത്തിന് നേരെ എതിരാണ്. ഹുദിൽ അഫ്വ, എന്തൊക്കെയാണോ ആ മനുഷ്യൻ്റെ സ്വഭാവം, എന്തൊക്കെയാണോ അയാളുടെ പ്രവൃത്തികൾ, ഹറാമുകളും മറ്റു കാര്യങ്ങളും അല്ല പറയുന്നത്, പെരുമാറ്റത്തിലൊക്കെയുള്ള രീതികൾ, അത് അങ്ങനെ സ്വീകരിക്കുക. അതല്ല എന്ന് ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാളുടെ സ്വഭാവം വളരെ മോശമാവും. ഈ പറഞ്ഞ ആയത്തിലെ ഈ ഒരു വാചകം ഹുദിൽ അഫ് എന്ന് പറയുന്ന കൽപ്പന ഒരാൾ സ്വീകരിച്ചാൽ അവൻ്റെ സ്വഭാവം വളരെ മികച്ചതാകും, അവൻ്റെ ബന്ധങ്ങളെല്ലാം നിലനിൽക്കും, ദൃഢമാകും. ഇത് സ്വീകരിച്ചിട്ടില്ലെങ്കിലോ വളരെ മോശമായിരിക്കും അവസ്ഥ. കാരണം എന്താ, എല്ലാ മനുഷ്യന്മാരും പല രൂപത്തിലായിരിക്കും, അവരുടെ പെരുമാറ്റങ്ങളും അവരുടെ അവസ്ഥകളും ഒക്കെ. അപ്പോൾ അതൊക്കെ ശരിയായിട്ട് മാത്രമേ നമ്മൾ അവരോട് തിരിച്ച് മാന്യമായും സ്നേഹത്തോടെയും ഒക്കെ പെരുമാറുമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്കൊരാളോടും നല്ല ബന്ധം ഉണ്ടാവില്ല. ഏതുപോലെ എന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ ഒരാൾ പറയണം എൻ്റെ ഉപ്പ അല്ലെങ്കിൽ എൻ്റെ മകൻ, എൻ്റെ ഭാര്യ, അവർക്ക് ശാരീരികമായൊരു പ്രത്യേകത. അപ്പോൾ ഒരാൾ പറയാം, ഒരാളുടെ നിറം പറയാം, അവന് കുറച്ച് കറുത്തിട്ടാണ്, അവൻ വെളുത്താൽ മാത്രമേ ഞാൻ അവനോട് നല്ലോണം നിൽക്കുള്ളൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അവൻ വെളുക്കാൻ പോകുന്നില്ല. അപ്പം നിറവും അതുപോലെ തന്നെ അവരുടെ ശരീരഘടനയും ഒക്കെ പോലെ തന്നെ മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ്, അവൻ്റെ ഒരു വിശേഷണമാണ് അവൻ്റെ അഖ്ലാഖ് എന്ന് പറയുന്നത്. അതിൽ പലതും മനുഷ്യൻ തിരുത്താൻ സാധിക്കാത്തതായിരിക്കും എത്ര ശ്രമിച്ചാലും. ചില ആളുകൾ ശ്രമിക്കുകയുമില്ല. അപ്പോൾ അതൊക്കെ അവർ തിരുത്തിയിട്ട്, അല്ലെ നമ്മുടെ സ്വഭാവം നമുക്ക് തിരുത്താൻ സാധിക്കുന്നുണ്ടോ? പിന്നെ എങ്ങനെയാണ് നമുക്ക് മറ്റൊരാളുടെ സ്വഭാവങ്ങൾ അതൊക്കെ തിരുത്തി അവർ പൂർണ്ണന്മാരായതിനു ശേഷമേ അവരോട് നമ്മൾ നല്ല ബന്ധം സ്ഥാപിക്കുകയുള്ളൂ തീരുമാനിച്ചാൽ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം, ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫ്, നന്മ കൽപ്പിക്കുക. നന്മ കൽപ്പിക്കുക എന്നുള്ളത് ഈ വാക്കിൻ്റെ വളരെ എന്താ പറയുക, ശുഷ്കിച്ച ഒരു പരിഭാഷയാണ്. ഖുദിൽ അഫ്വ എന്ന് വഅ്മുർ ബിൽ ഉർഫ് എന്ന് പറഞ്ഞാൽ, ഉർഫ് എന്ന് പറഞ്ഞാൽ എല്ലാ നന്മകളും. അപ്പം നന്മകൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക, നല്ല കാര്യങ്ങൾ, ആളുകൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കണം. നന്മ ചെയ്തു കൊടുക്കലും നന്മ പറയലും ഒക്കെ ഇതിൽപ്പെട്ടു വഅ്മുർ ബിൽ ഉർഫ് എന്നുള്ളത്. ഇങ്ങോട്ട് കിട്ടുന്നത് എന്തായാലും അത് സ്വീകരിക്കുക, അങ്ങോട്ട് നല്ലത് ചെയ്യുകയും ചെയ്യാം. വഅരിദ് അനിൽ ജാഹിലീൻ, ഉപദ്രവിക്കുന്ന അതുപോലെ തന്നെ ആക്രമിക്കുന്ന ആളുകൾ. ജാഹിൽ എന്ന് പറഞ്ഞാൽ അറബിയിൽ വിവരം കെട്ടവൻ എന്നർത്ഥമുണ്ട്, ഉപദ്രവിക്കുന്നവൻ എന്നുള്ള അർത്ഥമുണ്ട്. അലാ ലാ യജ്ഹലൻ അഹദുൻ അലൈന, ഒരു കവി പറഞ്ഞതാണ്, അലാ ലാ യജ്ഹലൻ അഹദുൻ അലൈന ഫനജ്ഹല ഫൗഖ ജഹ്ലിൽ ജാഹിലീന. അറിയുക, ആരും ഞങ്ങളോട് ജഹൽ കാണിച്ചാൽ ഫനജ്ഹല ഫൗഖ ജഹ്ലിൽ ജാഹിലീന, അവനേക്കാളും വലിയ ജഹൽ ഞങ്ങൾ അങ്ങോട്ട് കാണിക്കും. അപ്പോൾ ജഹൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ അക്രമമാണ്. അപ്പോൾ അങ്ങനെ ആക്രമിക്കുന്ന ആളുകൾ, ഉപദ്രവിക്കുന്ന ആളുകൾ അവരിൽ നിന്ന് തിരിഞ്ഞു കളയുക. അവരുടെ ആക്രമണത്തിന് പ്രതികരിക്കാനും മറുപടി കൊടുക്കാനും പ്രതികാരം ചെയ്യാനും നിൽക്കേണ്ടതില്ല. അപ്പോൾ നോക്കൂ, ഈ 3 വാചകങ്ങൾ, ചെറിയൊരായത്ത്, ഒരു വരി പോലും ഇല്ലാത്തൊരായത്ത്, ഇതൊരാൾ ജീവിതത്തിൽ പകർത്തിയാൽ അവൻ്റെ ജീവിതത്തിൽ സബ്റുണ്ടാകും. ഷെയ്ഖ് അബ്ദുറഹ്മാൻ സഅദി റഹ്മഹുല്ലാ അദ്ദേഹം ഈ ആയത്ത് വിശദീകരിക്കുന്നത് വായിച്ച് നോക്കിയാൽ അതിൽ നല്ല ഫായതയാണ്. കുറച്ചധികം വിശദീകരിച്ചിട്ടുണ്ട് ഈ ആയത്ത്. ഏതായാലും അപ്പോൾ ഈ 2 സ്വഭാവങ്ങൾ സൂറത്ത് ആൽ ഇംറാനിലും കണ്ടു, ഇവിടെയും കണ്ടു, സൂറത്ത് ആറാഫിലും. ഇതാണ് സ്വഭാവ ഗുണങ്ങളുടെ അടിസ്ഥാനം. അതുകൊണ്ടാണ് ഈ സൂറത്തിൻ്റെ ഹാത്തിമത്തായ, ഇതിൻ്റെ ഒരു ഉപസംഹാരമായിട്ട് ഈ കാര്യം എടുത്തു പറഞ്ഞത്. ഫസ്ബിർ ലിഹുക്മി റബ്ബിക, നിൻ്റെ റബ്ബിൻ്റെ ഹുക്മിൻ്റെ മുന്നിൽ നീ സബ്ർ കാണിക്കുക. റബ്ബിൻ്റെ ഹുക്ം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഹുക്ം എന്ന് പറയുന്നതിന് 2 അർത്ഥമുണ്ട്. ഒന്ന് അൽ ഹുക്മു ശർഈ, 2 അൽ ഹുക്ം അൽ ഖദരി. അള്ളാഹുവിൻ്റെ വിധി ദീനിൻ്റെ രൂപത്തിൽ നമ്മുടെ മുന്നിലേക്ക് വരും. ഇന്നത് ചെയ്യണം, ഫർളാണ്, ഇന്നത് ചെയ്യരുത്, ഹറാമാണ്, അത് അനുസരിക്കുക. സബ്റോടുകൂടി സ്വന്തത്തെ നിയന്ത്രിച്ചുകൊണ്ട് അനുസരിക്കുക. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഹുക്മുൻ ഖദരി, അള്ളാഹുവിൻ്റെ പ്രാപഞ്ചികമായ നിയമങ്ങൾ, അവൻ്റെ വിധികൾ നമ്മുടെ ജീവിതത്തിൽ വരും. അല്ലെ, നമുക്ക് ഇഷ്ടമുള്ളതും ഉണ്ടാകും, ഇഷ്ടമില്ലാത്തതും ഉണ്ടാകും. അള്ളാഹുവിൻ്റെ വിധിയിൽ ദാരിദ്ര്യം വന്നു, സമ്പത്ത് വന്നു. അപ്പോൾ ഇങ്ങനെ അള്ളാഹുവിൻ്റെ വിധി പല രൂപത്തിലായിരിക്കും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരിക. ആ വിധിയിൽ ഫസ്ബിർ, ക്ഷമിക്കുക. ഈ 2ഉം അനുസരിക്കുക, 2നും കീഴ്തൊങ്ങുക. അതാണ് ഫസ്ബിർ ലിഹുക്മി റബ്ബിക. അല്ലെ, അള്ളാഹുവിൻ്റെ വിധി എന്ന് പറയുമ്പോൾ നമുക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അത് തന്നെ 2 രൂപത്തിലുണ്ടാവും. നമുക്ക് ഇഷ്ടപ്പെടാത്തത് ഒന്ന്, നേർക്കുനേരെ അള്ളാഹുവിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. തഫ്സീറുകളിലും പണ്ഡിതന്മാരുടെ വാക്കുകളിലൊക്കെ അൽ ആഫാത്തു സമാവിയ്യ എന്ന് പറയും, ആകാശത്ത് നിന്ന് ഇറങ്ങുന്ന അപകടങ്ങൾ എന്ന് പറഞ്ഞാൽ നേരെ ആകാശത്ത് നിന്ന് നമ്മുടെ അടുത്തേക്ക്, അള്ളാഹുവിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഇപ്പോൾ ഒരാൾക്ക് ഒരു പ്രളയമുണ്ടായി, സമ്പത്ത് മുഴുവൻ നശിച്ചുപോയി, അത് അള്ളാഹുവിൽ നിന്ന് നേരിട്ട് വരുന്നതാണ്. മറ്റൊന്ന്, മനുഷ്യരിലൂടെ വരുന്ന ഉപദ്രവങ്ങളുണ്ടാകും. യഥാർത്ഥത്തിൽ ഇതെല്ലാം അള്ളാഹുവിൻ്റെ വിധിയാണല്ലോ. അല്ല, ഒരാൾ നമ്മൾ ഉപദ്രവിച്ചു. ഇതിൽ ഈ 2 രൂപത്തിലുള്ള ഖദരിയായ
ബുദ്ധിമുട്ടുകളിലും ക്ഷമിക്കുക, അതുപോലെ ശർഈയായ കൽപ്പനകളിൽ ക്ഷമ അവലംബിക്കുക. ഈ രണ്ടിൽ ഏതായിരിക്കും കൂടുതൽ പ്രയാസം, സബറിന് കൂടുതൽ പ്രയാസമുള്ളത്? അള്ളാഹു നേരിട്ട് തരുന്ന പ്രകൃതി ദുരന്തങ്ങളെന്ന് പറയുന്ന, പ്രകൃതി ദുരന്തമല്ല, അള്ളാഹു തരുന്ന ദുരന്തങ്ങളാണ്. അതുപോലെ മറ്റു മനുഷ്യരിലൂടെ വരുന്ന ദുരിതങ്ങൾ, ഇതിൽ ഏറ്റവും പ്രയാസം ഏതായിരിക്കും? മനുഷ്യരെ കൊണ്ടുണ്ടാകുന്നതായിരിക്കും. കാരണം എന്താ? കാരണം ഒരു മനുഷ്യൻ നമ്മെ തോൽപ്പിക്കുന്നത് നമുക്ക് തൃപ്തിപ്പെടാൻ സാധിക്കും. അതാണ് മനുഷ്യൻ്റെ പ്രകൃതം. മറ്റെല്ലാ മനുഷ്യരോടും മത്സരിക്കാനുള്ള ഒരു ചിന്ത എല്ലാ മനുഷ്യൻ്റെയും മനസ്സിലുണ്ടാകും. അപ്പോൾ എന്നോട് മത്സരിക്കുന്ന ഒരാളാണ് എന്നെ ഉപദ്രവിച്ചിരിക്കുന്നത്. അത് അള്ളാഹുവിൽ നിന്ന് നേരിട്ട് വരുന്ന ഒരു മുസീബത്ത് പോലെ ആയിരിക്കുകയില്ല. അപ്പോൾ ഏതായാലും അതിലെല്ലാം ക്ഷമ അവലംബിക്കുക. വലാ തകുൻ കസാഹിബുൽ ഹൂത്ത്. സാഹിബുൽ ഹൂത്ത്, മീനിൻ്റെ ആൾ. ഹൂത്ത് എന്ന് പറഞ്ഞാൽ മീൻ, വലിയ മീനാണ് ഹൂത്ത് എന്ന് പറയാം. ചില അറബ് നാടുകളിൽ, ഈ മഗ്രിബ്, മൊറോക്കോ, മൊറിത്താനിയ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഹൂത്ത് എന്ന് പറയാം ഇപ്പോഴും മീൻ ഹൂത്ത്. അപ്പോൾ ആരാണ് ഉദ്ദേശിക്കുന്നത്? യൂനുസ് അലൈഹിസ്സലാം. അദ്ദേഹത്തെ പോലെ ആകരുത്. ഇദ്നാദ വഹുവ മക്ലൂം. അദ്ദേഹം അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ച സന്ദർഭത്തിൽ വഹുവ മക്ലൂം, മക്ലൂമായിക്കൊണ്ട്. മക്ലൂം എന്ന് പറഞ്ഞാൽ ദുഃഖിതൻ എന്നർത്ഥം, അങ്ങേയറ്റത്തെ ദുഃഖം എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ഇപ്പോൾ എപ്പോഴാണ് ഈ സംഭവം? എന്താണ് സംഭവം? വിശുദ്ധ ഖുർആനിൽ 3 സൂറത്തുകളിൽ യൂനുസ് അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം പറയുന്നുണ്ട്. സൂറത്ത് സാഫാത്ത്, സൂറത്തുൽ അംബിയ, അതുപോലെ ഇവിടെ സൂറത്ത് അൽ ഖലം. ഈ 3 സ്ഥലങ്ങളിലും യൂനുസ് അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം പറയുന്നുണ്ട്. 3 സ്ഥലത്തും ഒരൊറ്റ സംഭവമാണ് പറയുന്നത്, ഈ ഒരു കാര്യം മാത്രമാണ്. അതാണ് വിശുദ്ധ ഖുർആനിലെ കഥകളുടെ പ്രത്യേകത. ചിലപ്പോൾ നമുക്ക് തോന്നും ഖുർആനിൽ നമ്മൾ വായിക്കുന്ന കഥകൾ അതിനൊരു വിശദീകരണങ്ങളില്ല. അല്ല, ഒരു നബിയുടെ കഥ, അതിൽ 1-2 സംഭവങ്ങൾ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഏതാനും സംഭവങ്ങൾ മാത്രം. അതിൻ്റെ ഇടയിൽ കുറേ ഗ്യാപ്പുകളുണ്ട്. അല്ലേ, ഇപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം ജനിക്കുന്നു, പിന്നെ യുവാവായതിനു ശേഷം ഉണ്ടാകുന്ന പിന്നെ ഒരു കബ്തിയെ കൊല്ലുന്ന സംഭവം, അത് കഴിഞ്ഞ് ഫിറോൻ്റെ മുമ്പിലുള്ള സംഭവം, അത് കഴിഞ്ഞ് കടൽ കടക്കുന്നത്, ഇങ്ങനെ ഏതാനും ചില ഘട്ടങ്ങൾ മാത്രമാണുള്ളത്. അതിനിടയിൽ ഒരുപാട് കാലഘട്ടങ്ങൾ അള്ളാഹു തആല വിശദീകരിക്കാതെ വിട്ടുപോകുന്നുണ്ട്. എന്തുകൊണ്ടാണത്? ഇതിനെക്കുറിച്ച് ഷാ വലിയുല്ലാഹ് ദഹലവി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിൻ്റെ ഒരു ഉസൂൽ തഫ്സീറിൻ്റെ കിതാബിൽ പറയുന്നുണ്ട്. കാരണം വിശുദ്ധ ഖുർആനിൽ ഈ കഥകൾ പറയുന്നതിന് ഒരു ലക്ഷ്യമുണ്ട്. അതെന്താണ്? അതിൽ നിന്നുള്ള ഗുണപാഠം നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അത് മറന്നിട്ട്, അത് വിട്ടിട്ട് വിശദാംശങ്ങൾ പറയാൻ തുടങ്ങിയാൽ, മൂസാ നബി ജനിച്ച മുതൽ മരിക്കുന്നവരെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ എന്താ സംഭവിക്കുക? നമുക്ക് കേൾക്കാൻ നല്ല രസമുണ്ടാവും, പക്ഷേ എന്തിനാണ് ഈ കഥ പറഞ്ഞതെന്ന് നമുക്കറിയില്ല. കാരണം 100,000 സംഭവങ്ങൾ അവിടെ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഗുണപാഠമുള്ള സംഭവങ്ങൾ മാത്രം പറയുമ്പോൾ അത് വായിക്കുന്ന ഏതൊരാൾക്കും എന്താണ് ഉദ്ദേശം എന്ന് മനസ്സിലാകും. അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ യൂനുസ് അലൈഹി ഇസ്ലാമിൻ്റെ ഈ 3 ഘട്ടങ്ങളിലും, അല്ലെങ്കിൽ 3 വിശുദ്ധ ഖുർആനിലെ സൂറത്തുകളിലും ഒരേ സംഭവമാണ് പറയുന്നത്. എന്താണ്? ഈ കടലിൽ പോയ മത്സ്യം വിഴുങ്ങിയ സംഭവം. മത്സ്യം വിഴുങ്ങിയത് എങ്ങനെയാണ്? അദ്ദേഹം തൻ്റെ കൗമിനോട് ദേഷ്യപ്പെട്ട്, അവർ വിശ്വസിക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ ദഅവത്ത് സ്വീകരിക്കുന്നില്ല, അവരോട് കോപിച്ച് അദ്ദേഹം ദഅവത്ത് അവസാനിപ്പിച്ച്, തൻ്റെ റിസാലത്ത് അവസാനിപ്പിച്ച് നാടുവിട്ടുപോയി. ആ പോക്കിൽ കപ്പൽ കയറുകയും കപ്പലിൽ ഭാരം കൂടി അതിലൊരാളെ കടലിലേക്ക് എറിയാൻ വേണ്ടി തീരുമാനിച്ച്, അങ്ങനെ നറുക്കിട്ട് അദ്ദേഹത്തെ കടലിൽ വലിച്ചെറിഞ്ഞു, മത്സ്യം വിഴുങ്ങി. ഇതാണ് സംഭവം. അപ്പോൾ അതുപോലെ താങ്കളാവരുത് പറയാനുള്ള കാരണം സബറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സബറില്ലാത്തതിൻ്റെ ഒരു ഉദാഹരണമാണിത്. അങ്ങനെ ആവരുത്. ലൗല അൻ തദാറകഹു നിഅ്മത്തും മിർ റബ്ബിഹി. തൻ്റെ റബ്ബിൽ നിന്നുള്ള നിഅ്മത്ത് അദ്ദേഹത്തെ തിരിച്ചെടുത്തില്ലായിരുന്നെങ്കിൽ, തദാറക്ക എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയൊരു കാര്യം അത് നമ്മൾ വീണ്ടും അത് എന്താ പറയുക പരിഹരിക്കുന്നതിനാണ് തദാറുക്ക് എന്ന് പറയാം. അല്ലെ, നമ്മളിപ്പോൾ ഒരു പരീക്ഷ തോറ്റു, അത് പിന്നെയും പോയി എഴുതി തിരിച്ചെടുക്കുന്നതിനാണ് തദാറക്ക. അപ്പോൾ അല്ലാഹു തആല ഇങ്ങനെ ഈ വലിയ നുബൂവത്ത് എന്ന് പറയുന്ന സ്ഥാനം വിട്ട് ഓടിപ്പോയ അദ്ദേഹത്തെ അവൻ്റെ നിഅ്മത്ത് കൊണ്ട് തിരിച്ചു കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ലനുബിദ ബിൽ അറാഇ വഹുവ മദ്മൂം. ആക്ഷേപിക്കപ്പെട്ടവനായിക്കൊണ്ട് അദ്ദേഹം അറാ എന്ന് പറഞ്ഞാൽ തുറസ്സായ മണ്ണ്, ഭൂമി, മരുഭൂമി പോലുള്ള സ്ഥലം, അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അദ്ദേഹം ഉപേക്ഷിക്കപ്പെടുമായിരുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് അല്ലാഹു തആല അദ്ദേഹത്തെ തിരിച്ചെടുത്തു അള്ളാഹുവിൻ്റെ നിഅ്മത്ത് കൊണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം മുഫസ്സിരിങ്ങൾ പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിഅ്മത്ത് കൊണ്ടും തൗഫീഖ് കൊണ്ടും അല്ലാതെ നമുക്ക് യാതൊരു ഖൈറും ഉണ്ടാവുകയില്ല നമ്മുടെ ജീവിതത്തിൽ. അല്ലെ, അദ്ദേഹം യഥാർത്ഥത്തിൽ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. വദന്നൂനി ഇദ്ദഹബ മുഗാദിബൻ ഫദന്ന അല്ലൻ നഖ്ദിറ അലൈഹി ഫനാദാ ഫി ദുലുമാതി അൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ഫസ്തജബ്നാ ലഹു വനജ്ജയ്നാഹു മിനൽ ഗം. അദ്ദേഹം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത്. അപ്പോൾ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് മരണം മുന്നിൽ കാണുന്ന സന്ദർഭത്തിൽ അദ്ദേഹം നിർത്താതെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഈ പ്രാർത്ഥന, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ആ ചെയ്തതിൻ്റെ പേരിലാണ് അള്ളാഹു രക്ഷപ്പെടുത്തിയത് അദ്ദേഹത്തെ.
പക്ഷേ എന്നിട്ടും അള്ളാഹു പറയുന്നത് എന്താണ്? അള്ളാഹുവിൻ്റെ നിഅമത്താണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ സബബ് ചെയ്താലും അള്ളാഹുവിൻ്റെ തൗഫീഖും അവൻ്റെ നിഅമത്തും കൊണ്ടല്ലാതെ നമുക്ക് യാതൊരു ഖൈറും ഉണ്ടാവുകയില്ല. അല്ലായിരുന്നെങ്കിൽ, അദ്ദേഹത്തെ അള്ളാഹു തിരിച്ചെടുത്തില്ലായിരുന്നെങ്കിൽ ലനുബിദ ബിൽ അറ, മരുഭൂമിയിൽ അദ്ദേഹം എറിയപ്പെടുമായിരുന്നു. ബഹു മദ്മൂം, ആക്ഷേപിക്കപ്പെട്ടവനായിക്കൊണ്ട്. സൂറത്ത് സാഫാത്തിൽ അദ്ദേഹത്തിൻ്റെ കഥ പറയുമ്പോൾ വനുബിദ ബിൽ അറായി, അദ്ദേഹം അങ്ങനെ ഒരു തുറസായ ഒരു പ്രദേശത്ത് ഉപേക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉപേക്ഷിക്കപ്പെടുമായിരുന്നു എന്ന് പറഞ്ഞു, അവിടെ ഉപേക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അതെന്താണ് അങ്ങനെ ഒരു വൈരുദ്ധ്യമുണ്ടോ? അവിടെ വനുബിദ ബിൽ അറായി വഹുവ സഖീം എന്നാണ് പറയുന്നത്. അവിടെ ആക്ഷേപിക്കപ്പെട്ടവനായിക്കൊണ്ട് എറിയുമായിരുന്നു എന്നാണ് പറയുന്നത്. എറിയുന്നതിലല്ല പ്രശ്നം, എറിയുമ്പോൾ അദ്ദേഹം ആക്ഷേപിക്കപ്പെട്ടവനായിരിക്കും. എന്നാൽ സൂറത്ത് സാഫാത്തിൽ പറഞ്ഞത് രോഗിയായിക്കൊണ്ട് അദ്ദേഹത്തെ അള്ളാഹു അങ്ങനെ ഒരു മരുഭൂമി പോലത്തെ ഒരു സ്ഥലത്ത് കടൽ തീരത്ത് എറിഞ്ഞു എന്നാണ്. അപ്പോൾ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് തീരത്തേക്ക് എറിയപ്പെട്ടു. അത് രോഗിയായിക്കൊണ്ടാണ്. അതിൻ്റെ ആ രോഗം മാറാൻ വേണ്ടി അള്ളാഹു അദ്ദേഹത്തിന് ഒരു ചെടി മുളപ്പിച്ച് കൊടുത്തു എന്നതൊക്കെ സൂറത്ത് സാഫാത്തിൽ പറഞ്ഞു. ഫജ്തബാഹു റബ്ബുഹു, ഈ അറാ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തുറസായ ഒരു സ്ഥലം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ വിശുദ്ധ ഖുർആൻ ഓതുന്ന സമയത്ത് നമുക്ക് ഗരീബായ വാക്കുകൾ അതിനെക്കുറിച്ച് ഒന്ന് ആഴത്തിൽ ചിന്തിക്കുന്നത് നല്ലതാണ്. ആ വാക്ക് പിന്നെ നമ്മൾ മറക്കില്ല. അപ്പം അറാ എന്നുള്ള വാക്കിന് അതിൻ്റെ അടിസ്ഥാന ശബ്ദം, അതിൻ്റെ ഹർഫുകൾ ഏതൊക്കെയാണ്? ഐന്, റാ, ഹംസ. ഈ 3 അക്ഷരങ്ങൾ കൂടിയിട്ടുണ്ടാകുന്ന വാക്കുകൾ നഗ്നത എന്ന ഒരു അർത്ഥം വരുന്നതാണ്. ആരി എന്ന് പറഞ്ഞാൽ നഗ്നൻ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, കടൽ തീരത്ത്, അതുപോലെ തന്നെ മരുഭൂമിയിലുള്ള പ്രത്യേകത എന്താണ്? അവിടെ ചെടികളില്ല. ഒരാൾ അവിടെ നിന്നാൽ അയാളെ മറക്കാൻ ഒന്നുമില്ല, നഗ്നനായ ഒരാളെ പോലെയാണ്. അപ്പോൾ അതാണ് അറാ എന്നുള്ള അർത്ഥം എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ കാരണം. ഫജ്തബാഹു റബ്ബുഹു, അള്ളാഹു അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. ഇജ്തബ എന്ന് പറഞ്ഞാൽ ഒരാളെ തിരഞ്ഞെടുക്കുക. അപ്പോൾ വീണ്ടും അള്ളാഹു അദ്ദേഹത്തെ സ്വീകരിച്ചു. ഫജഅലഹു മിന സ്വാലിഹീൻ, അദ്ദേഹത്തെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി. വീണ്ടും അള്ളാഹു അദ്ദേഹത്തെ ഏറ്റവും പരിപൂർണരായ അമ്പിയാക്കളുടെ കൂട്ടത്തിൽ തന്നെ ഉൾപ്പെടുത്തി. അപ്പോൾ ഇവിടെയും അള്ളാഹുവിൻ്റെ തൗഫീഖിനെ കുറിച്ച് സൂചനയുണ്ട്. ഫജഅലഹു, അള്ളാഹു അദ്ദേഹത്തെ സ്വാലിഹാക്കി എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം ദുആ ചെയ്ത്, ആ ദുആ എന്ന് പറയുന്ന സബബിലൂടെയാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. അപ്പോൾ നമ്മുടെ പ്രവൃത്തികളൊക്കെ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പ്രവൃത്തികളാണ്. ജഅല എന്ന് പറഞ്ഞാൽ അള്ളാഹു ചെയ്തു, അള്ളാഹു ആക്കി തീർത്തു എന്നാണ്. അപ്പോൾ നമ്മൾ നമസ്കരിച്ചു, നമ്മൾ നോമ്പ് നിൽക്കുന്നു, നമ്മൾ എന്ത് നന്മ ചെയ്യുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അത് അള്ളാഹുവിൻ്റെ ഖൽഖാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് നമ്മുടെ പ്രവൃത്തികൾ. അതിനുള്ള തെളിവ് ഈ ആയത്തിലുണ്ട്. വഇൻ യകാദുല്ലദീന കഫറു, അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉപദേശിക്കുകയാണ്, സബ്ർ വേണം, സബ്ർ അവലംബിക്കണം. ഇതാണ് അമ്പിയാക്കൾക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ള ഉപദേശം. ഇതിൽ നമുക്ക് വലിയ മാതൃകയുണ്ട് അല്ലേ? ദഅവത്ത് എന്ന് പറയുന്ന കാര്യം, അതിന് സബ്ർ അനിവാര്യമാണ്. ദഅവത്തിന് വേണ്ട കുറേ ഗുണങ്ങളുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഗുണങ്ങളാണ്, ഒരു ഗുണമാണ് സബ്ർ എന്ന് പറയുന്നത്. ഇൽമ് വേണം അല്ലേ? സൂറത്ത് യൂസുഫിൽ എന്താണ് പറഞ്ഞത്? ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറ, ബസീറത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വ്യക്തമായ ഉൾക്കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ, ഇൽമിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിലേക്ക് ക്ഷണിക്കുന്നത്. അന വമൻ ഇത്തബഅനി, ഞാനും എന്നെ പിന്തുടർന്നവരും അങ്ങനെയായിരിക്കും. അപ്പോൾ ഇൽമ് വേണം. ഇൽമ് വേണം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ദുനിയാവിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള ഇൽമും വേണോ? വേണ്ട. അങ്ങനെ പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ, ദഅവത്ത് ചെയ്യാൻ ആർക്കും സാധിക്കില്ല. പക്ഷേ താൻ പറയുന്ന കാര്യം എന്താണ് എന്നറിഞ്ഞിരിക്കണം. അതിൻ്റെ ശറഈയായ ഹുക്ം എന്താണ്, അതിൻ്റെ ദലീൽ എന്താണ് എന്നറിഞ്ഞിരിക്കണം. അതറിയുന്നവർക്ക് അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കണം. എന്നാൽ അല്ല, ചില ആളുകൾ കാണാം, ഇപ്പോൾ കൂടുതൽ ഇൽമില്ല, പക്ഷേ ദഅവത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും അവർ ഏറ്റെടുത്തിട്ടുണ്ടാകും. അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ദഅവത്തായിരിക്കും. അത് ശരിയല്ല. ഇൽമിൻ്റെ അളവിനനുസരിച്ചായിരിക്കണം ദഅവത്ത് ചെയ്യുന്നത്. ഇൽമ് പഠിക്കാനുള്ള ഒരു സമയം നമുക്കുണ്ടാവണം നമ്മുടെ ജീവിതത്തിൽ. അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിലേക്ക് ക്ഷണിക്കാൻ, ദഅവത്ത് ചെയ്യാനുള്ള സമയം ഉണ്ടായിരിക്കണം. ഇൽമിൻ്റെ സമയം കൂടുന്നതനുസരിച്ച് ദഅവത്തിൻ്റെ സമയം കൂടാം. സമയം എന്ന് പറയുമ്പോൾ രണ്ടും ഇത്ര മണിക്കൂർ, 1 മണിക്കൂർ ഇൽമ്, 1 മണിക്കൂർ ദഅവത്ത്, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ഒരാൾക്ക് 1 മണിക്കൂർ കൊണ്ട് കുറേ പഠിക്കാൻ പറ്റും. ഓരോരുത്തർക്കും അറിയാം തനിക്ക് എത്രമാത്രം ദീൻ മനസ്സിലാകുന്നുണ്ട്, താൻ പഠിക്കുന്നുണ്ട്, തൻ്റെ ഇൽമ് എത്ര പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഇൽമിൻ്റെ പുരോഗതിക്കനുസരിച്ചായിരിക്കണം ദഅവത്തിൻ്റെ പുരോഗതി. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇൽമില്ലാത്ത കാര്യങ്ങൾ പറയുകയും അതുപോലെ തന്നെ അവനവൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അറിയാതെയായി പോവുകയും, ഇങ്ങനെയുള്ള പല അപകടങ്ങളും അതുകൊണ്ടുണ്ടാകും. ഇൽമും ദഅവത്തും രണ്ടും ആവശ്യമാണ്. അതുപോലെ ദഅവത്ത് ചെയ്യുന്ന ഒരാൾക്ക് വേണ്ട അടിസ്ഥാനപരമായ ഗുണമാണ് സബ്ർ എന്ന് പറയുന്നത്. കാരണം അള്ളാഹുവിനറിയാം ഈ ക്ഷണിക്കപ്പെടുന്ന ആളുകൾ, അതിൽ ധാരാളം ആളുകൾ അവർ ഈ ക്ഷണം തള്ളിക്കളയും, നിഷേധിക്കും അല്ലേ? ജനങ്ങൾ അധിക പേരും നരകത്തിലേക്കുള്ളതാണ്. അപ്പോൾ ഈ ക്ഷണം സ്വീകരിക്കാത്തവരായിരിക്കും ഭൂരിപക്ഷവും. ഏതൊരു ദായിയും അഭിമുഖീകരിക്കുന്ന ആളുകൾ
ദീൻ പഠിപ്പിക്കുന്ന ഏതൊരാളും അയാൾ മുന്നിലിരിക്കുന്ന ആളുകളിൽ ഭൂരിപക്ഷവും അദ്ദേഹത്തെ തള്ളിക്കളയുന്ന ആളുകളായിരിക്കും. അപ്പോൾ എന്ത് വേണം? സബ്ർ വേണം. അതുകൊണ്ട് തന്നെ അള്ളാഹു താല ആവർത്തിച്ച കാര്യം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അമ്പിയാക്കളെ ആട് മേയ്ക്കാൻ വേണ്ടി അള്ളാഹു താല വിടുന്നത്. അല്ലെ, മാ മിൻ നബിയ്യിൻ ഇല്ലാ വഖദ് റഅൽ ഗനം. സഹീഹ് ബുഖാരിയിലെ ഹദീസാണ്. ആട് മേയ്ക്കാത്ത ഒരു നബിയും ഇല്ല. ആടിൻ്റെ പ്രത്യേകത എന്താണ്? അത് ഒരു ദിവസം അതിനോട് പറഞ്ഞു, അല്ലെങ്കിൽ ആംഗ്യം കാണിച്ചോ അടിച്ചിട്ടോ ഒക്കെ അതിന് മനസ്സിലാക്കി കൊടുത്തു, ഇത് തിന്നാൻ പാടില്ലാത്ത ചെടിയാണ്. പിറ്റേ ദിവസം അവിടെ എത്തി അതന്നെ തിന്നും, അതിൻ്റെ അടുത്ത ദിവസം വീണ്ടും തിന്നും. അപ്പോൾ അതുപോലെ ആയിരിക്കും മനുഷ്യന്മാരും. അവരുടെ ഈ അനുസരണക്കേടും ധിക്കാരവും അതുപോലെ തന്നെ പ്രതിഷേധവും ചിലപ്പോൾ ഉപദ്രവവും ഒക്കെ ഉണ്ടാവും. അതൊക്കെ സഹിക്കാനുള്ള സബറുണ്ടായിരിക്കണം. അപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ സാധാരണക്കാരാണ്. നമുക്കിത് അറിയേണ്ട കാര്യമുണ്ടോ? നമുക്ക് നമ്മുടെ വീട്ടിൽ ദഅവത്ത് നടത്താനുള്ള ബാധ്യതയുണ്ട്. അവിടെ ഇത് പാലിക്കുക. ഈ പറയുന്ന കാര്യം സബർ വേണം. ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ആ കേൾക്കുന്നയാൾ സ്വീകരിക്കാൻ പറ്റുന്ന രൂപത്തിൽ പറഞ്ഞു കൊടുക്കുക. അത് സ്വീകരിച്ചിട്ടില്ലെങ്കിലും ക്ഷമയോടെ വീണ്ടും വീണ്ടും പറയുക. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത് വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹ. നിൻ്റെ കുടുംബത്തോട് നമസ്കരിക്കാൻ കൽപ്പിക്കുക. അല്ലെ, നമസ്കാരം എന്ന് പറഞ്ഞാൽ എത്ര അടിസ്ഥാനപരമായ കാര്യമാണ്. അതൊരു പ്രാവശ്യം പറഞ്ഞാൽ പോരെ? നമസ്കരിക്കാത്തവൻ കാഫിറാണ്, നമസ്കരിച്ചോളണം എന്ന് പറഞ്ഞാൽ പോരെ? ആരുടെ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളായിട്ടുള്ള ഫാത്തിമ ബീവിയോടും ബാക്കിയുള്ള പെൺമക്കളോടും അവരോടൊക്കെ പറയാൻ വേണ്ടി അള്ളാഹ് കൽപ്പിക്കുകയാണ്. അവരോട് നമസ്കരിക്കാൻ കൽപ്പിക്കുക. വസ്തബിർ അലൈഹ, ക്ഷമയോടുകൂടി അത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നാണ്. അപ്പോൾ നമ്മളൊക്കെ എത്രമാത്രം ക്ഷമിക്കേണ്ടതുണ്ട്. അപ്പോൾ ക്ഷമയെന്ന് പറയുന്നത്, സബർ എന്ന് പറയുന്നത് ദഅവത്തിൻ്റെ ആണിക്കല്ലാണ്. അതുള്ളവരെ ദഅവത്തിൽ വിജയിക്കുകയുള്ളൂ. തുടർന്ന് അല്ലാഹു തആല പറയുകയാണ് വഇൻ യകാദുല്ലദീന കഫറു. അപ്പോൾ താങ്കൾ ഇനി ഈ സബറോട് കൂടിയൊക്കെ ദഅവത്ത് ചെയ്താലും എന്താണ് സംഭവിക്കാൻ പോകുന്നത്? വഇൻ യകാദുല്ലദീന കഫറു, കാഫറുകൾ ലയുസ്ലിഖൂനക ബിഅബ്സാരിഹിം. സലഖ എന്ന് പറഞ്ഞാൽ കാല് തെറ്റി വീഴുക, അല്ലെ വഴുവഴുപ്പുള്ളൊരു പ്രതലത്തിൽ നടന്നു പോകുമ്പോൾ തെറ്റി വീഴുന്നതിന്, സ്ലിപ്പാവുന്നതിനാണ് സലഖ എന്ന് പറയാം. അല്ലെ മസാലിഖ് എന്ന് പറയും. കിതാബുകളുണ്ട്, മസാലിഖുൽ ഉസൂലിയീൻ, ഉസൂൽ ഫിഖിൻ്റെ വിഷയത്തിൽ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള ആളുകൾ അവർക്ക് സംഭവിച്ചിട്ടുള്ള അബദ്ധങ്ങൾ. മസാലിഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാല് തെന്നുക. അങ്ങനെ താങ്കളെ വീഴ്ത്താറായിരിക്കുന്നു. കാദ യക്കാദ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാറായിരിക്കും. വൈ യക്കാദുല്ലദീന കഫറു, നിഷേധികൾ എത്രമാത്രം അവരുടെ പ്രതിഷേധവും അവരുടെ വെറുപ്പും എവിടെ എത്തിയിരിക്കുന്നു? ലയുസ്ലിഖൂനക ബിഅബ്സാരിഹിം, തങ്ങളുടെ കണ്ണുകൊണ്ട് താങ്കളെ തള്ളി വീഴ്ത്താറായിരിക്കും. എന്താ ഉദ്ദേശിക്കുന്നത്? രണ്ട് വ്യാഖ്യാനങ്ങൾ കാണാം തഫ്സീറുകൾ. ഒന്ന്, അവരുടെ മുഖത്തുള്ള വെറുപ്പ്. ആ വെറുപ്പ് കണ്ടാൽ ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണു പോകുമെന്ന് തോന്നും. ആ നോട്ടത്തിൻ്റെ അവരുടെ കണ്ണിലുള്ള വെറുപ്പ് അത് കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്പം വീണു പോകും, ആ നോട്ടം കൊണ്ട് മാത്രം എന്ന് തോന്നിപ്പോകും. അത്രമാത്രം വെറുപ്പുണ്ട് അവർക്ക്. സൂറത്ത് ഹജ്ജിൽ അല്ലാഹു തആല പറഞ്ഞു വഇദാ തുത്ല അലൈഹിം ആയാതുന ബയ്യിനാത്ത്, നമ്മുടെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ ഓതിക്കേൽപ്പിച്ചാൽ വഇദാ തുത്ല അലൈഹിം ആയാതുന ബയ്യിനാത്തിൻ തഅരിഫു ഫി വുജൂഹിൽ ലദീന കഫറുൽ മുൻകർ, നിഷേധികളുടെ മുഖത്ത് പ്രതിഷേധം, ഇതിനോടുള്ള വെറുപ്പ് താങ്കൾക്ക് കാണാം. യകാദൂന യസ്തൂന ബില്ലദീന യസ്ലൂന അലൈഹിം ആയാത്തിന, ഈ ആയത്തുകൾ ഓതുന്നവനെ അവർ അടിക്കാറായിരിക്കുന്നു. അവരുടെ മുഖത്തുള്ള വെറുപ്പ് കൊണ്ട്. വെറുപ്പ് കണ്ടാൽ തോന്നും അവരിപ്പോൾ അടിക്കും എന്ന് തോന്നും എന്നർത്ഥം. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. രണ്ടാമത്തെ വ്യാഖ്യാനം കണ്ണേർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില സലഫുകൾ താബിഈങ്ങളായ സെയ്ദ് ബിൻ അസ്ലം, അതുപോലെ തന്നെ ഇസ്മായിൽ അസ്സുദ്ദി റഹിമഹുമല്ല, അങ്ങനെയുള്ള മുഫസ്സിരീങ്ങൾ പലരും കണ്ണേറാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ കണ്ണേർ എന്ന് പറഞ്ഞാൽ? ഒരാൾക്ക് മറ്റൊരാളോട് അസൂയ, ആ അസൂയയോടുകൂടി അവൻ്റെ ഒരു നിഅമത്ത് ഇവൻ നോക്കിയാൽ, നിങ്ങളുടെ കയ്യിൽ നല്ല മനോഹരമായ ഒരു വസ്ത്രം അല്ലെങ്കിൽ വാഹനം, വീട് കണ്ടു, അതിനോട് ഒരാൾക്ക് അസൂയയുണ്ട്. അപ്പോൾ ആ അസൂയ നിറഞ്ഞ മനസ്സോടുകൂടി ഇയാളങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ വസ്തുവിൽ എന്തെങ്കിലും അപകടം സംഭവിക്കും. ഇതാണ് കണ്ണേർ എന്ന് പറഞ്ഞാൽ. അത് അദൃശ്യമായ മാർഗത്തിലൂടെയുള്ള ഇടപെടലാണോ? അല്ല, അവിടെ ഒരു സബബുണ്ട്. അതെന്താണ് നമുക്കറിയില്ല, എങ്ങനെയാണ് നമുക്കറിയില്ല. അള്ളാഹു റസൂലും പറയുന്നു ഇത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കാനുള്ളൊരു സബബ് അള്ളാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങനെയുണ്ട് എന്നുള്ളത് വ്യക്തമായ ഖണ്ഡിതമായ യാഥാർത്ഥ്യമാണ്. ഈ ആയത്തിൽ നേർക്കുനേരെ പറഞ്ഞിട്ടില്ലെങ്കിലും ഹദീസുകൾ ധാരാളം സ്ഥിരപ്പെട്ടുള്ളതാണ്. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി, അൽ ഐനു ഹഖുൻ, കണ്ണേർ സത്യമാകും. അതുപോലെ തന്നെ ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഅ്മുറു അൻ യുസ്തർഖ മിനൽ ഐൻ, കണ്ണേർ ബാധിച്ചവർക്ക് റുഖ്യ ചെയ്ത് കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുമായിരുന്നു. അതിൽ യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ്.
അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഇജ്മാ ഉള്ള കാര്യമാണ് കണ്ണീർ ഫലിക്കും എന്നുള്ളത്. ഈ ആയത്തിൻ്റെ തഫ്സീറിലൊരു സംഭവം സബബ് നുസൂൽ വിശദീകരിക്കുന്ന കിതാബുകളിലൊക്കെ കാണാം. മക്കയിൽ ഒരു മുശ്രിക്കായ ഒരാളുണ്ടായിരുന്നു. അയാൾ കണ്ണീറിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റാണ്. എന്താണ് ചെയ്യുന്നത്? ഇയാൾ 2-3 ദിവസം പട്ടിണി കിടക്കും തുടർച്ചയായിട്ട്. ഒരു ടെൻ്റ് അടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ പട്ടിണി കിടക്കും. അങ്ങനെ കുറേ ദിവസം പട്ടിണി കിടക്കുമ്പോൾ അങ്ങേയറ്റത്തെ വിശപ്പും പ്രയാസമായിരിക്കും ഇയാൾ. എന്നിട്ട് ആരെയാണോ ഉപദ്രവിക്കേണ്ടത് അവരെ പിടിച്ച് ഇയാളുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്തും ശത്രുക്കൾ. അപ്പോൾ ഇയാൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വന്ന ആൾക്ക് എന്തെങ്കിലും പറ്റും. കാരണം അയാൾ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷത്തിലായിരിക്കും വരുന്നത്. ഇവൻ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രയാസം വിശപ്പ് കൊണ്ട് കണ്ണാണാത്ത അവസ്ഥയിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അങ്ങേയറ്റത്തെ അസൂയോടുകൂടി നോക്കും. അതോടുകൂടി ഇയാൾ ബുദ്ധിമുട്ടും. അങ്ങനെ ഒരാളുണ്ടായിരുന്നു. അയാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കാൻ വേണ്ടി മുശ്രിക്കുകളെ ഏൽപ്പിച്ചിരുന്നു. അതിൽ നിന്ന് അല്ലാഹു തആല നബി സ്വല്ലല്ലാഹു രക്ഷിച്ചു എന്ന് പറയുന്നൊരു സംഭവം തഫ്സീറുകൾ കാണാം. അപ്പോൾ ഏതായാലും കണ്ണീർ ഫലിക്കുമെന്നുള്ളത് സ്ഥിരപ്പെട്ട സംഭവമാണ്. ഈ സംഭവം അല്ലാഹു അലം അതിൻ്റെ സനദ് സ്വഹീഹാണെന്ന് അറിയില്ല. പക്ഷേ മുഫസ്സിരിങ്ങൾ പലരും ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഏതായാലും അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും കണ്ണീർ എന്നുള്ളത് സത്യമാണ്. ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞതായി മുഫസ്സിരിങ്ങൾ പലരും ഉദ്ധരിച്ചൊരു സംഭവം കാണാം. ഈ ആയത്ത് ദവാ ഉമൻ ഉസീബ ബിൽ ഐൻ ഖിറാഅത്തു ഹാദിഹിൽ ആയ, കണ്ണേർ ബാധിച്ചവർക്ക് ഈ ആയത്ത് ഓതിയാൽ മതി എന്ന് പറഞ്ഞതായിട്ട്. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ എന്താണ് കാരണം? അധികാരം അല്ലേ? നമുക്ക് ദലീൽ എന്ന് പറഞ്ഞാൽ ആയത്ത്, ഹദീസ്, സഹാബത്തിൻ്റെ ഖൗല്, പിന്നെ ഇജ്മാ, അതാണല്ലോ തെളിവുകൾ. ഇങ്ങനെ പറയാൻ കാരണം എന്താണ്? മുമ്പ് നമ്മൾ അഖീദയുടെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. റുഖിയ എന്ന് പറയുന്നത്, കണ്ണേറിനും സിഹറിനുമൊക്കെയുള്ള ചികിത്സ എന്ന് പറയുന്നത് അത് തൗഖീഫിയല്ല. അതിൻ്റെ ആയത്തുകളും ഹദീസുകളും ചെയ്യേണ്ട രീതികളും അത് നേർക്കുനേർ ഖുർആനിലും ഹദീസിലും വേണമെന്നില്ല. എന്താ കാരണം? കാരണം പണ്ഡിതന്മാർ ഏകദേശം ഏകോപിച്ചിട്ടുള്ള കാര്യമാണ് എന്ത്? റുഖിയ എന്ന് പറയുന്നത് ചികിത്സയാണ്, ഒരു ഇബാദത്തല്ല. റുഖിയ എന്ന് പറയുന്നത് ചികിത്സയാണ്. ചികിത്സ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പരീക്ഷണത്തിലൂടെ കണ്ടുപിടിക്കുന്നതാണ് ചികിത്സ എന്ന് പറയുന്നത്. ഓരോ മരുന്നും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? പരീക്ഷണത്തിലൂടെ. അതുപോലെ റുഖിയയിലും നമ്മുടെ അനുഭവങ്ങൾ തെളിവാക്കാം. ഒരായത്തോതി ഫലിക്കുന്നത് കാണുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അങ്ങനെ ഹസൻ ബസീർ റഹ്മത്തുള്ളാഹി ഒരു പക്ഷേ നോക്കിയിരിക്കാം, പരീക്ഷിച്ചിരിക്കാം ഈ ആയത്ത്. ഏതായാലും ഈ ആയത്ത് കണ്ണേറിന് ഫലപ്രദമാണ് എന്ന് അദ്ദേഹം പറഞ്ഞതായി തഫ്സീറുകൾ കാണാം. വഇൻ യകാദുല്ലദീന കഫറു ലയുസ്ലിഖൂനക ബിഅബ്സാരിഹിം ലമ്മാ സമിഉ ദിക്റ, ഖുർആൻ കേൾക്കുമ്പോഴാണ് അവർ ഇങ്ങനെ നോക്കുന്നത്. വയഖൂലൂൻ, അവർ പറയുന്നു, ഇന്നഹു ലമജ്നൂൻ, ഇയാൾക്ക് ഭ്രാന്താണ് എന്നവർ പറയുന്നു. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആലോചിച്ച് നോക്കൂ, ദഅവത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിച്ച ത്യാഗം അല്ലേ. മക്കയിൽ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസവുമില്ലാത്ത, ആർക്കും ഒരു ആക്ഷേപവും പറയാനില്ലാത്ത സർവ്വസമ്മതനായ വ്യക്തിയായിരുന്നു അദ്ദേഹം. എന്നിട്ട് ഭ്രാന്തൻ എന്നുള്ളൊരു പേര് ഏറ്റെടുക്കേണ്ടി വന്നു. എന്തിനു വേണ്ടി? ഈ ദീൻ നമുക്കടക്കം ഉള്ള മനുഷ്യർക്ക് എത്തിച്ചേരാൻ വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ ഈ സൂറത്തിൻ്റെ മറ്റൊരു ഭംഗി കൂടി, സൂറത്ത് തുടങ്ങിയത് എവിടെ നിന്നാണ്? നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ മാ അൻത ബിനിഅമത്തി റബ്ബിക ബിമജ്നൂൻ. അപ്പോൾ വീണ്ടും അവസാനം അവർ മജ്നൂൻ എന്ന് പറയുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞ കാര്യം വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നു. ഇത് വിശുദ്ധ ഖുർആനിൽ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ സൂറത്തിലും കാണാവുന്ന കാര്യമാണ്. അതിൻ്റെ തുടക്കവും അവസാനം തമ്മിൽ ബന്ധമുണ്ട് എല്ലാ സൂറത്തിലും. അവസാനത്തെ ചെറിയ സൂറത്തുകൾ ഒഴികെ, അമ്മ ജുസയിൽ ചെറിയ, കാരണം അതിന് തുടക്കം അവസാനം എന്ന് പറയാനില്ല, എല്ലാം മറ്റൊരു സൂറത്ത്, ഒറ്റൊരു പാരഗ്രാഫ് പോലെയാണ്. വലിയ സൂറത്തുകളിലെല്ലാം ആദ്യവും അവസാനം തമ്മിൽ ബന്ധമുണ്ട്. ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് ഒരു കിതാബ് എഴുതിയിട്ടുണ്ട് ഇത് തെളിയിച്ചുകൊണ്ട്, ഓരോ സൂറത്തും എടുത്തു പറഞ്ഞുകൊണ്ട്, ഇന്ന സൂറത്തിൽ തുടക്കം ഇങ്ങനെ അവസാനം ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണത്. വയഖൂലൂന ഇന്നഹു ലമജ്നൂൻ, അവർ താങ്കൾ ഭ്രാന്തനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വമാ ഹുവ ഇല്ലാ ദിക്റുൻ ലിൽ ആലമീൻ, യഥാർത്ഥത്തിൽ ഇത് മനുഷ്യർക്കുള്ള, സൃഷ്ടികൾക്കുള്ള ഒരു ഉത്ബോധനം മാത്രമാകുന്നു. അഥവാ ഭ്രാന്തനായ ഒരാൾക്ക് ജനങ്ങളോട് എന്തെങ്കിലും ഉപദേശിക്കാനുണ്ടാവോ? എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ടാവോ? ഒരിക്കലുമില്ല. അപ്പോൾ ഒരു ഭ്രാന്തനല്ല, മറിച്ച് ആളുകളെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിൽ നിന്ന് വന്നിട്ടുള്ള നബിയാകുന്നു എന്നർത്ഥം. അപ്പോൾ സൂറത്തിൻ്റെ ഉദ്ദേശം റിസാലത്താണ് എന്നുള്ള സൂചന വീണ്ടും പറയുകയാണ്, വീണ്ടും അത് സൂചിപ്പിക്കുകയാണ്. ആളുകൾക്ക്, മനുഷ്യർക്ക് ഉത്ബോധനമായിട്ട് വരിക എന്ന് പറയുന്നത് അമ്പിയാക്കളുടെ ജോലിയാണ്. ഇതാണ് ഈ സൂറത്തിൻ്റെ ചുരുങ്ങിയ രൂപത്തിലുള്ള വിശദീകരണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശുദ്ധ ഖുർആൻ പഠിക്കാനും അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഈ രണ്ട് കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്ത് സത്യമാണ് എന്ന് അള്ളാഹു നൽകുന്ന സാക്ഷ്യപത്രമാണ്. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ച രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ എടുത്തു പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള വിശ്വാസം നമുക്ക് വർദ്ധിക്കാനുള്ളൊരു വഴി കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കുക. അല്ല, ഇങ്ങനെ ഇത്രയും പരിപൂർണമായ സ്വഭാവ ഗുണങ്ങളോടുകൂടി ഒരാൾ ജീവിക്കുകയും എന്നിട്ട് ഒരു മനുഷ്യന് ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വഞ്ചന,
ഞാൻ നബിയാണ് എന്ന് പറയുകയും അള്ളാഹുവിൻ്റെ പേര് കളവ് പറയുകയും ചെയ്യുക എന്നുള്ളത് ഒരിക്കലും സംഭവ്യമല്ല, ഒരിക്കലും സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല. നമ്മൾ ചെയ്യും, അള്ളാഹിൻ്റെ പേരിൽ ഒരു കളവ് പറയാൻ നമുക്ക് ധൈര്യം വരും. അപ്പോൾ ഇതുപോലെ ജീവിച്ചൊരു മനുഷ്യന് എങ്ങനെ സാധിക്കും? അതാണ് ഈ സൂറത്തിൻ്റെ ചുരുക്കം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും ഇത്തിബാ ചെയ്യാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.